ഹായ് ഡിയേഴ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സ്ഥലം വരെ പോവാട്ടോ. ഞാനുണ്ട്, താനയുണ്ട്, ബിബി ചേട്ടനുണ്ട്, ബിബി ചേട്ടൻ്റെ ഏട്ടനുണ്ട്. അപ്പോൾ നമ്മൾ 4 പേരും കൂടി നമ്മളെ വണ്ടിയിലാട്ടോ പോകുന്നത്. അപ്പം കുറച്ച് ദൂരമുണ്ട് പോകാൻ, വീട്ടിൽ നിന്ന് കുറച്ചൊരു ദൂരമുണ്ട് പോവാൻ. അപ്പോൾ താനെ അംഗനവാടി വിട്ട് വന്നപാട് കുളിച്ച് സെറ്റായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ഉറങ്ങിക്കോ, അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ പറഞ്ഞിട്ട് ഉറങ്ങിയില്ല. അപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് എത്താനാകുമ്പോൾ കാണാൻ ഉറങ്ങുന്നു. അപ്പം എവിടെയാണെന്ന് എനിക്കങ്ങ് പിടി കിട്ടിയ നേരെ വാ, നമുക്ക് വഴിയെ പറഞ്ഞു തരാം എവിടത്തേക്കാന്ന്. അപ്പോൾ അവിടെ എത്തി. നമുക്ക് രണ്ടാൾക്കും ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോഫിയും, സൂപ്പർ കോഫി കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല, സൂപ്പർ കോഫി, ഒരു നെയ് റോസ്റ്റും കൂടി വാങ്ങി കഴിച്ചു. അപ്പോൾ ഇത് കാണുമ്പം എവിടെയാണെന്ന് തിരിഞ്ഞില്ലേ, അതേ കൊട്ടിയൂരാണ്. കൊട്ടിയൂരോട്ടാണ് പോകുന്നത്. അതായത് കൊട്ടിയൂർ സ്ത്രീകൾക്ക് പോകാവുന്ന ദിവസമില്ലേ, ജൂൺ 20. അപ്പോൾ അതിൻ്റെ തലേന്ന് ജൂൺ 18 രാത്രിയായിട്ടാണ് പോയത്. അപ്പോൾ ഈ വീഡിയോ വരുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ വീഡിയോയിലെല്ലാം കണ്ടത് ഫുൾ ഭയങ്കര റഷായി, തിരക്കാന്ന്, അങ്ങനെ ഇങ്ങനെ അത്രയും ക്യൂ നിൽക്കണം, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ടൈമേനും കാരണം പുറത്തുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് ഭയങ്കര ക്രൗഡ് ചെയ്യുന്നു. ഞാൻ എപ്പോഴും പോക്ക് ഏട്ടൻ്റെ ഒപ്പന, അതായത് അബിയേട്ടൻ്റെ ലേൻ്റെ ഒപ്പനെല്ലാം ഞാൻ പോക്ക്. ഇപ്രാവശ്യം അങ്ങനെ പറ്റിയില്ല. ഞാൻ വെച്ച് കൊട്ടിയൂരങ്ങ് ക്യാൻസലായിപ്പോയി വിചാരിച്ച്. പക്ഷേങ്കിൽ എന്തോ മഹാഭാഗ്യം കൊണ്ട് പോകാൻ പറ്റി. പോയപ്പോഴും ഭയങ്കര തിരക്ക്. ഉള്ളിൽ പുറമേ ഒന്നും അങ്ങനെ തിരക്കില്ലെങ്കിലും ഉള്ളിൽ ഇതൊന്നുമല്ല തിരക്ക് എന്നാൽ 2 ദിവസം മുമ്പെല്ലാം പോയവർ പറഞ്ഞത്. ഭയങ്കര തിരക്ക് ആ സമയത്തെല്ലാം. ഇതെന്നാൽ നമുക്കൊരു ഇരിക്കാനും അങ്ങനെ കുറച്ച് നിൽക്കാനും ആ ഒരു സൗകര്യമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുറ്റി എന്നിട്ട് ഇവിടെ വന്നിരിക്കുക. നമ്മൾ പ്രദക്ഷിണം വെക്കൂലേ ആനയെല്ലാം, അപ്പോൾ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അത് അപ്പോഴത്തേക്കും ആന വന്നു. 1 അല്ല 2 ആന ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കണ്ട് താനിക്ക് കാണിച്ചു കൊടുക്കല ആനേനെ. അപ്പോൾ ആനേനെല്ലാം കണ്ട് നമ്മൾ നേരിട്ട് അങ്ങനെ ആനേനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കാണാനുള്ളൊരു അവസരമായി. പിന്നെ ഇങ്ങനെ ഇത് ഒരുപാട് തവണ ചുറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടിയിരുന്നു. 9 തവണ ഇന്ന് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രദക്ഷിണം കഴിയുമ്പോൾ ആനയ്ക്ക് ഒരു ഇതും ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നല്ല ബോധവൽക്കരിച്ച് ഒരു സൈഡിൽ മാത്രം നിർപ്പിച്ച് അങ്ങനെയല്ല കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അത് സെക്കൻഡ് ആന വന്ന് അവിടെ ഇരിക്കുമ്പോൾ അത്ര ആളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ ഈ ആന വരുന്ന ടൈം കഴിഞ്ഞ പാട് പിന്നെ ഫുൾ പ്രദക്ഷിണമാണല്ലോ, ശീവേലിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഫുൾ ബേക്കിലെല്ലാം മൊത്തം ആൾക്കാരെ കൊണ്ട്, നമ്മളെ ബേക്കിൽ തൊട്ട ബേക്കിലെല്ലാം ഫുൾ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിന്. പിന്നെ നമ്മളെ പേടിയെന്ന് വെച്ചാൽ ലേറ്റായി, പിന്നെ നമുക്ക് പ്രസാദമെല്ലാം കിട്ടുമോ എന്നുള്ളൊരു ചെറിയൊരു പേടിയും ഉണ്ടായിന്. അപ്പോൾ ഏട്ടനുള്ളതുകൊണ്ട്, ഏട്ടന് ബോംബെയിലായതുകൊണ്ട് ഏട്ടന് കൊണ്ടുപോകേണ്ടിയിട്ട് പ്രസാദമെല്ലാം വേണേന്. പക്ഷെ ആ ഒരു ടെൻഷനുണ്ട്. താനി മോള് ഹാപ്പി ആനേനെ കണ്ടുകൊണ്ടും പിന്നെ ഫുൾ വെള്ളത്തിൽ നല്ല വൈബല്ലേ, വെള്ളത്തിൽ ഇങ്ങനെ ഒരുപാട് സമയം ചുറ്റും 3 പ്രാവശ്യം ചുറ്റുമ്പോഴത്തേക്കന്നെ ഒരു വലിയ അമ്പലം അല്ലേ. അപ്പോൾ നല്ലോണം വെള്ളത്തിനെ കൊണ്ട് കളിച്ചിനോളും, കളിക്കേണ്ട കളിയെല്ലാം കളിച്ചിന്. ഞാൻ ഷോർട്സായിട്ട് ഇട്ടുകൊടുത്തത്. അപ്പോൾ പിന്നെ നനയൂന്നുള്ളൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവരെന്തെല്ലോ പൂജയെല്ലാം കഴിച്ചിട്ടാണ് പ്രദക്ഷിണം വെക്കുക. ആ പ്രദക്ഷിണം കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ്. ഞാൻ അമ്മയും അച്ഛനൊന്നും വന്നിട്ടില്ല എൻ്റെ, അതുകൊണ്ട് അവർക്ക് വീഡിയോ കോളും കാണിച്ചു കൊടുത്ത്, ഒന്ന് വീഡിയോ കോൾ കുറച്ച് സമയം കാണിച്ചു കൊടുക്കും, പിന്നെ കുറച്ച് സമയം വീഡിയോ എടുക്കും, പിന്നെ കുറച്ച് സമയം സൈലൻ്റായിട്ട് അവർ പോകുന്നത് ഇങ്ങനെ വീക്ഷിച്ച് സൂപ്പറാണ് കാണാൻ. ഇത് കൊട്ടിയൂർ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, പോകാൻ പറ്റാത്ത. അപ്പോൾ അവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടുമല്ലോ. സൂപ്പറാന്ന് വെച്ചാൽ സൂപ്പർ. അവിടെ ഒരു അമ്പലം എന്നെല്ലാം പറഞ്ഞാൽ
ഒരു കെട്ടിയിട്ട് ഇപ്പം നമ്മൾ പൊതുവേ കാണുന്ന അമ്പലം എന്ന് വെച്ചാൽ ഭയങ്കര നല്ല അടിപൊളിയിൽ അലങ്കരിച്ച് അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഓലം മേഞ്ഞൊരു വീട്. അതിന് ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് മാറ്റും, പൊളിച്ച് മാറ്റി അടുത്ത കൊല്ലം വേറൊന്ന്. പക്ഷേ ഇപ്രാവശ്യം കണ്ട ഒരു ഇത് എന്ന് വെച്ചാൽ ഇതുവരെയും നമ്മൾ പോകുമ്പോൾ ഫുൾ കാൽ ചളിയില്ല അങ്ങനെയാണ് പോകും. ഇപ്പോൾ ഒരു ഇൻ്റർലോക്കില്ലേ, ആ ഒരു സംഭവം വെച്ചുകൊണ്ട് തന്നെ ഈ ചെരുപ്പ് ചവിട്ടാണ്ട് പോകുന്നതായിരിക്കുമല്ലോ കുറച്ച് ഉപകാരം. അല്ലെങ്കിൽ നല്ല ഫുൾ ഭയങ്കര വേദനയായി അങ്ങനെയല്ല പോവുക. പക്ഷെ അങ്ങനെയാണ് പോകേണ്ടത് എന്നാണ് പറയുന്നത്. ഒന്നും പാടില്ല പോലും ഇവിടെ, അങ്ങനെ എല്ലാം പറയുന്നത് കേട്ടു. ഇപ്പോൾ ഫുൾ ഇൻ്റർലോക്ക് ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട്. നമുക്കെല്ലാം പോകുമ്പോൾ കുട്ടികളെല്ലാം കൊണ്ട് പോകുമ്പോൾ കുറച്ച് നല്ലതാണ്. പിന്നെ ഈ വെള്ളത്തിൻ്റെ അവിടെയും ഇൻ്റർലോക്കെല്ലാം ഇട്ട് സെറ്റപ്പാക്കിന്. അതിൽ ഒരു സ്ഥലത്ത് മാത്രം ഒരു കുഴിയുണ്ട്, ഒരു കുഴിയല്ല കല്ല് പറഞ്ഞു പോയതെന്ന്. അപ്പോൾ അറിയാണ്ട് എല്ലാവരും നേരത്തെ വഴിയാണ് വെച്ചിട്ട് എല്ലാവരും ആ വഴിയിലേക്ക് തന്നെ വീണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര പിന്നെ അടുത്ത കൊല്ലത്ത് എന്തായാലും മാറ്റുമായിരിക്കും. എങ്ങനെയോ തട്ടി വീണതോ അങ്ങനെ എന്തോ സംഭവം. അപ്പോൾ ഒരുപാട് ചുറ്റി എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നിട്ട് പ്രസാദം ഉണ്ടായിനും. അപ്പോൾ ആ പ്രസാദമെല്ലാം വാങ്ങി നല്ലോണം തനിക്ക് വിശക്കുന്നുണ്ടായിന്. അപ്പോൾ പാനിപ്പൂരിയും ഞാൻ പാവ് ബജീൻ്റെ കടുത്ത ആരാധിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതും കഴിച്ച് നേരെ നമ്മൾ വണ്ടി എടുത്ത് വിട്ടത് വയനാട്ടിലേക്ക്. തലശ്ശേരിക്ക് വരേണ്ട നമ്മൾ വയനാട്ടിലേക്ക് വിട്ട് തിരിച്ച് ഇങ്ങോട്ടെത്തി കൂത്തുപറമ്പെന്ന് ഫുഡ് കഴിച്ചു അബൂക്കാസ് തട്ടുകടയിൽ നിന്ന്. താനിക്ക് കുറച്ച് നെയ്ച്ചോറും നമുക്ക് പൊറാട്ടയെല്ലായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.